ഇന്ന് ഡേ 37 ആണ് ബിഗ് ബോസ് സീസൺ 7 മലയാളം. എന്താന്ന് പറയാ, ഭയങ്കര കഷ്ടമായിരുന്നു ഇന്ന് കണ്ടു തീർക്കല്ല. പ്രത്യേകിച്ച് ലൈവ് കണ്ട ആൾക്കാർക്ക് അറിയാം, ഭയങ്കര ബോറിങ് ആൻഡ് സ്ലീപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. ലൈവ് കണ്ടവർക്ക് അറിയാം. ബട്ട് ഇനി ഈ ലൈവ് എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് എപ്പിസോഡ് വരെ. സോ അതിൽ കുറച്ച് ഫണ്ട് ഉണ്ടാവും. ബട്ട് ഭയങ്കര എന്താ പറയാ, ഒരു കോണ്ടന്റോ ഭയങ്കര ഹൈപ്പ് ഇല്ലാത്തൊരു ഡേ ആയിട്ടാണ് എനിക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡും ഇന്നത്തെ ലൈവും എനിക്ക് തോന്നിയത്. ഭയങ്കര ബോറിംഗ് ആയിരുന്നു. ഭയങ്കര സ്ലീപ്പി ആയിട്ടുള്ള ഒരു എപ്പിസോഡായിട്ടാണ് ഐ ഫെൽ ടുഡേ. സോ ഇന്നത്തെ ഒരു ക്യുക്ക്, ഒരുപാട് കാര്യങ്ങളൊന്നും പറയാനില്ല, കാരണം ഒന്നും നടന്നിട്ടില്ല അവിടെ. ഒന്നും പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും നടന്നിട്ടില്ല. മെയിനായിട്ട് നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രൊമോയിൽ ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചു അഖിൽ മാരാർ അവിടെ ഒരു ചാലഞ്ചറായിട്ട് വരിയിരിക്കുന്നു. അല്ല, പക്ഷെ അത് തെറ്റാണ്. ചലഞ്ചർ അല്ല, മൂപ്പറയുടെ ഒരു മൂവിയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് അഖിൽ മാരാറിന്റെ എൻട്രി ഇൻ ബിഗ് ബോസ് സീസൺ 7 ഇന്ന് നടന്നത്. അഖിൽ മാരാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയുക, ആ ഒരു സീസൺ 5 അല്ലേ, സീസൺ 5 വിന്നറാണ്. എന്താ പറയുക, ആ ഒരു സീസൺ 5 ഒരു വൺ മാൻ ആർമി ഉണ്ടല്ലോ, വൺ മാൻ ഷോ എന്നൊക്കെ പറയാവുന്ന ഒരു സീസണായിരുന്നു. മൂപ്പരാൾക്കെതിരെ നിൽക്കാൻ ഒരാളുമില്ല. ഡേ 1 മുതൽ കണ്ടവർക്ക് അറിയാം അതിലത്തെ വിന്നർ അഖിൽ മാരാർ തന്നെയാണ്. അൺലെസ് ഒരു ഫിസിക്കൽ ടാസ്കിൽ നിന്ന് മൂപ്പരാൾ ഔട്ടാക്കണമായിരുന്നു. ബട്ട് അതിൽ മൂപ്പരാൾ കൺട്രോൾഡ് ആയതുകൊണ്ട്, റോബിനെ പോലെ എടുത്ത് ചാടി ഫിസിക്കലി അസോൾട്ട് ചെയ്യണ ആളല്ല. സോ മൂപ്പരാൾ അതിലും കൺട്രോൾഡ് ആയതുകൊണ്ട് ഇറ്റ് വാസ് വെൽ പ്രെഡിക്റ്റഡ് ആയിട്ടുള്ള, ഇത്ര ഈസി ഒരു വിന്നറിനെ എത്ര ഈസി ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, അതായിരുന്നു സീസൺ 5. അഖിൽ മാരാർ, മൂപ്പരാളെ സംസാരം പിടിച്ചു നിൽക്കാൻ എളുപ്പമല്ല. മൂപ്പരാളെ അടുത്ത് അമ്മാതിരി സംസാരമാണ്. അതിനൊരു പ്രത്യേക കഴിവ് തന്നെ വേണം. എന്ന് പറയുന്നത് ലോജിക്കായിരിക്കും, ചെയ്യുന്നത് ലോജിക്കായിരിക്കും. പിന്നെ മൂപ്പരാളെ ഏറ്റവും എനിക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് ഒരു ഇതുണ്ട്, ഒരു ടാസ്ക്, സ്വിമ്മിംഗ് പൂളിന്റെ അടിയിൽ പോയിട്ട് ഒരു ഫോട്ടോ എടുത്ത് കൊണ്ടുവരണം. അത് എത്ര ചെറിയൊരു സെക്കൻഡിൽ, ഭയങ്കര ചെറിയ സെക്കൻഡിൽ എടുത്ത് കൊടുക്കുന്നത്. ഭയങ്കര ഒരു സിംഗിൾ വൺ മാൻ ഷോ ആയിരുന്നു ശരിക്കും സീസൺ 5. അഖിൽ മാരാർ തൂക്കി. അഖിൽ മാരാറിനെ വെല്ലുന്ന ഒരു കോണ്ടസ്റ്റന്റ് ആ ഒരു സ്കില്ലില് ക്വൈറ്റ് ഡിഫിക്കൽട്ട് മലയാളത്തിൽ. മൂപ്പരാള് വേറെ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ തന്നെ, ഒന്നും പറയല്ല. അപ്പൊ മൂപ്പരാളെ കണ്ടതിൽ വളരെ സന്തോഷം. ബിഗ് ബോസ് സീസൺ 7 മൂപ്പരാളുടെ ഒരു മൂവിയുടെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത്. മൂവിയുടെ പേര് മുള്ളൻകൊള്ളി എന്നാണ് പേര്. ട്രെയിലർ കാണിച്ചു, എപ്പിസോഡ് ട്രെയിലർ കാണിച്ചിട്ടുണ്ടായിരുന്നു. വളരെ പുവർ ക്വാളിറ്റിയിലുള്ള ഒരു ട്രെയിലറായിട്ട് എനിക്ക് തോന്നിയത്. വലിയ സംഭവമായിട്ടൊന്നും ട്രെയിലറിൽ എനിക്ക് തോന്നിയിട്ടില്ല. ഇനി പാഠം കണ്ടാലേ അറിയാം എന്താണ് സംഭവം, നല്ലതാണോ, ആവറേജ് ആണോ, ബിലോ ആവറേജ് ആണോ എന്ന്. ഞാനൊരു വലിയൊരു മൂവി അഡിക്റ്റ് ആണ്, എല്ലാ മൂവിയും അറിയുന്നത് കാണും. സോ 12th വരുന്ന അഖിൽ മാരാറിന്റെ മൂവി എന്തായാലും കാണുന്നുണ്ട്. ബട്ട് ട്രെയിലർ ഈസ് സോ ഡിസപ്പോയിന്റിങ്. എനിക്ക് ഒരു ഹോപ്പുമില്ല ഈ പടത്തിനെ കുറിച്ചിട്ട്. ബട്ട് ഐ ഹോപ്പ് ദ മൂവി വിൽ ബി ഗുഡ്, അത്ര തന്നെ. എന്നിട്ട് അവര് ബായ് പറഞ്ഞു. ഇത് ഇല്ല, അതിൻ്റെ ഇതിലൊരു സ്പെഷ്യൽ അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു. ബിഗ് ബോസ് അഖിൽ മാരാറിന് കൊടുത്ത ഒരു ചെറിയ പണി, സ്പെഷ്യൽ അനൗൺസ്മെന്റ്. അത് നൂദില ഫാക്ടറിയുടെ വീക്ക്ലി ടാസ്കിന്റെ ഒരു അനൗൺസ്മെന്റും കാര്യങ്ങളും. അപ്പോൾ ഇതിൽ അനൗൺസ്മെന്റിൽ പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ ഓണർ നൂറായിരിക്കും, നൂറുടെ ഹെൽപ്പറായിട്ട് ജിഷിൻ, പിന്നെ കുറെ വർക്കേഴ്സ്, പിന്നെ യൂണിയൻ ലീഡറായിട്ട് അക്ബർ. അപ്പൊ ഇതില് 3 റൗണ്ട് ഉണ്ടാവും. ഓരോ റൗണ്ടിൽ ഇത്ര നമ്പർ ഓഫ് ചപ്പൽസ് ഉണ്ടാക്കണം. അപ്പൊ ആദ്യത്തെ റൗണ്ടിൽ 50 ചപ്പലാണ് കൗണ്ട്. അതിൽ നല്ലപോലെ പണിത ആൾക്കാർക്ക് 2 തരം കോയിൻ ഉണ്ട്, ഒന്ന് ഗോൾഡ്, ഒന്ന് ബ്ലാക്ക്. മോശം പ്രകടനം നടത്തിയവർക്ക് ബ്ലാക്ക് കൊടുക്കാം, നല്ല കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്ക് ഗോൾഡ് കൊടുക്കാം. സോ ഓരോ ദിവസം ഒരു ഫിക്സ്ഡ് കൗണ്ട് ഓഫ് കോയിൻസ് ഉണ്ടാവും, ഗോൾഡും ബ്ലാക്ക്. അത് കൊടുത്ത് തീർക്കാം, അല്ലെങ്കിൽ തിരിച്ച് ബിഗ് ബോസിന് തന്നെ കൊടുക്കാം. സോ ഇന്നത്തെ ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞപ്പോൾ വിത്തിൻ ഷോർട്ട് ടൈം തീർന്നാട്ടി മുന്നേ തന്നെ ഒരു 51-52 ചപ്പല് അവരുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് അവരവരുടെ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. എന്താണ്, ജിഷിൻ ആൻഡ് അക്ബർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടും ക്ലാഷ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊരു യൂണിയൻ ലീഡറും അവരും തമ്മിലൊരു ഇറ്റ് വാസ് പാർട്ട് ഓഫ് ദ ഗെയിം ആയിട്ടാണ് തോന്നിയത്. ബട്ട് ഇറ്റ് വാസ് ഗുഡ്. കാരണം അതില്ലെങ്കിൽ TV ഓഫ് ആക്കണമായിരിക്കും നല്ലത്, കാരണം അത്രയും ബോറായിരിക്കും ആ ടാസ്ക്. ടുവേർഡ്സ് ദ എൻഡ് 51-52 ചപ്പൽ അവരുണ്ടാക്കി.
വിത്തിൻ പറഞ്ഞ ടൈമിനെക്കാട്ടി കുറഞ്ഞതിൽ. എന്നിട്ട് നൂറാണ് ഇതിൽ കോയിൻസ് കൊടുക്കും. അതിൻ്റെ ഒരു തീരുമാനം ഡിസൈഡ് ചെയ്യണത് നൂറ് തന്നെയാണ്. ബട്ട് അതിലെനിക്ക് നൂറുടെ ഡിസിഷനിലോട്ട് എനിക്ക് അതിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം നൂറൊക്കെ എല്ലാവർക്കും അതൊരു കോൺട്രിബ്യൂട്ട് ചെയ്യാമായിരുന്നു ആ ഒരു ഗോൾഡ് കോയിൻസ്. കാരണം അത്രമാത്രം കോയിൻസ് ഉണ്ടായിരുന്നു. മൂപ്പരാൾ രണ്ട് മൂന്നോ കോയിൻസ് ബാക്കി തിരിച്ച് ബിഗ് ബോസിന് തന്നെ കൊടുത്തു. അറ്റ്ലീസ്റ്റ് കുറെ സംസാരിച്ചതിന് വേണമെങ്കിൽ ഒന്നോ രണ്ടോ ഒരു കോയിൻ ഗോൾഡ് കൊടുത്തിട്ട് ഒരു ബ്ലാക്കും കൂടി കൊടുക്കാമായിരുന്നു ജിഷിനും അക്ബറിനും. ബട്ട് അത് ചെയ്തിട്ടില്ല. ഇവിടെയും ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് സീസൺ 7 ശരിക്കും ഒരു ഗെയിമറിനെ ഭയങ്കരമായിട്ട് മിസ്സിങ് ആണ്. പിന്നെ ഭയങ്കര ആർട്ടിഫിഷ്യലാണ് ഈ സീസൺ. ഈ സീസണിൽ എല്ലാവരും ചെയ്യുന്നത് ജസ്റ്റ് ഫോർ സേക്ക് ഓഫ് സ്ക്രീൻ സ്പേസ്. അവരുടെ സ്ക്രീൻ സ്പേസിന് മാത്രം, അതൊരു ഒരു പീരീഡ് ഓഫ് ടൈമിനും വേണ്ടി മാത്രമായിരിക്കും. ബാക്കിയുള്ള സീസണിൽ നമുക്കൊരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടുകൾ കാണാം. ഇവിടെ ഒരു അപ്പാനി ശരത് അക്ബർ, അതും എനിക്ക് വലിയ ബോണ്ടായിട്ടില്ല, ബട്ട് സ്റ്റിൽ കുറച്ചൊരു ഇതുണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ നിലവിൽ ഒരു ബോണ്ടും ഇല്ല. ഒരു ഭയങ്കര അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു ബിഗ് ബോസ് ആണ് ഈ ഒരു സീസൺ 7. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും റിയൽ അല്ല, ഒക്കെ ഫേക്ക്. അവരവരുടെ കാര്യത്തിന് വേണ്ടി മാത്രം ബോണ്ടിന് വരുന്ന അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിന് വരുന്ന കണ്ടസ്റ്റൻസ് ആയിട്ടാണ് എനിക്ക് ഈ സീസൺ 7 ഫുൾ കണ്ടസ്റ്റന്റ് എനിക്ക് ഇതുവരെ തോന്നിയിട്ടുള്ളത്. നൂറയുടെ ഇന്നത്തെ മൊത്തത്തിലുള്ള ഒരു ഇതിൽ ഐ ഫെൽ ഡിസിഷൻ മേക്കിങ്ങിൽ വളരെ പൂറായിരുന്നു. റിസൾട്ടിൽ എല്ലാവർക്കും ഗോൾഡ് കൊടുക്കാനുള്ള ഗോൾഡ് കാര്യമുണ്ടായിട്ട് മൂപ്പറാണ് കൊടുത്തിട്ടില്ല. അതെന്താ അത് അങ്ങനെ ചെയ്തത് എനിക്കറിയില്ല. ബട്ട് ഡിസിഷൻ മേക്കിംഗ് വാസ് സോ പുവർ. പിന്നെ അടുത്തതിൽ എന്താണ് ഫാക്ടറി സർക്കസ്. ഇറ്റ് വാസ് ക്വൈറ്റ് ഫൺ. ആടൊക്കെ ആയിട്ട് അനമോളൊക്കെ നന്നായിട്ട് ചെയ്തു. പിന്നെ ആര്യൻ, നായ, ജിസേൽ, എന്താണ് ലയൺ, നെവിൻ, കൊരങ്ങൻ, ഇറ്റ് വാസ് ഗുഡ്, ഫണ്ണായിരുന്നു. ബട്ട് അതിൽ അഭിഷേക് ഒരു ഗോൾഡ് ആര്യന് കൊടുത്തെന്ന് തോന്നുന്നു. സോ ടുവേർഡ്സ് എൻഡ് ഓഫ് ദി എപ്പിസോഡിലോട്ട് നല്ല വെറുപ്പിക്കലായിരുന്നു അതിൽ ആൻഡ് അനുമോൾ. ഭയങ്കര വെറുപ്പിക്കല്. ടി വി ഓഫ് ചെയ്യാൻ തോന്നി. ബട്ട് ഞാൻ വിചാരിച്ചു ഇനി എന്തെങ്കിലുമൊക്കെ വരുമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കണ്ടിരുന്നോണ്ട് നോക്കിയിരുന്നു. ബട്ട് that was too irritating. Adila's and Anmol's conversation towards the end of today's episode ഭയങ്കര ബോറായിരുന്നു. അനുമോളെ കരച്ചിൽ ഡ്രാമ ഒക്കെ ആക്ച്വലി വി നോ. ഇനി ആ ഒന്നും നടക്കില്ല. വേറെ സ്ട്രാറ്റജി അനുമോൾ ഓക്കെ ഫാമിലി, അവിടുത്തെ ലൈക്ക് ഫാമിലി ഓഡിയൻസ്, നാട്ടിലത്തെ ആൾക്കാരെ ഇനിയും കരച്ചിലിട്ട് നിങ്ങൾക്ക് അനുമോൾക്ക് കയ്യിലെടുക്കാം. ബട്ട് ബാക്കിയുള്ള ആൾക്കാരെ ഇനി കയ്യിലോട്ട് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. മിക്ക ആൾക്കാർക്കും മനസ്സിലായിരിക്കുന്നു അനുമോളെ കരച്ചിൽ ഈസ് സോ ഫേക്ക് ആൻഡ് ഡ്രമാറ്റിക് എന്ന്. പിന്നെ അതില വാസ് സോ ഡ്രമാറ്റിക് ആയിരുന്നു ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി എപ്പിസോഡ് അഗെയിൻ വിത്ത് അനുമോൾ. നല്ല ബോറിംഗ് ആയിരുന്നു ടുവേർഡ്സ് ദി എൻഡ്. ഒന്നും പറയാനില്ല. നല്ല ബോറിംഗ് ആയിട്ടുള്ള ഒരു ഡേ ആയിട്ടാണ് ഡേ 37 എനിക്ക് തോന്നിയത്. ഓൾ ദി ബെസ്റ്റ് ഫോർ അഖിൽ മാരാർസ് മൂവി. അത്ര തന്നെ, വേറെ ഒന്നും ഈ ഒരു ഡേയിൽ പറയാനില്ല. വളരെ എന്താ പറയുക, 24 മണിക്കൂറിൽ കാര്യമായിട്ടൊന്നും നടക്കാത്തൊരു ഡേ ആയിരുന്നു ഡേ 37 ബിഗ് ബോസ് സീസൺ 7. ശുഭരാത്രി, പോയി വരാം.